വിജയൻ ചേട്ടൻ ഒരു നല്ല വ്യവസായിയായിരുന്നു. വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറായ ഗീത ചേച്ചിയെ നഷ്ടമായി. പക്ഷേ നല്ല രീതിയിൽ തന്നെ അവർക്ക് അവസാന കാലം വരെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് മക്കളെല്ലാം വിദേശത്താണ്. പക്ഷേ അവർക്ക് ഇടയ്ക്കൊന്ന് വരാനോ അദ്ദേഹത്തിന് വേണ്ട ചെയ്തു കൊടുക്കാനോ തീരെ സമയമില്ല. കാരണം അവരും ബിസിയായ ഒരു ലൈഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യവസായമെല്ലാം നഷ്ടമായി. അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ആരോഗ്യമാണെങ്കിൽ വളരെ മോശമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ആരോഗ്യ പ്രതിസന്ധി അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അദ്ദേഹത്തിന് ചികിത്സ എടുക്കാൻ വേണ്ട യാതൊരുവിധ സമ്പാദ്യവും കാര്യമായിട്ടില്ല എന്ന്. ഉള്ള ബാങ്ക് ബാലൻസ് എല്ലാം തീർത്തുകൊണ്ട് അദ്ദേഹം ചികിത്സ എടുത്തു. എന്നാൽ ഒരു ഹോം നേഴ്സിനെ വയ്ക്കാനോ ഒന്നിനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മക്കളെയാണെങ്കിലോ വിളിച്ചാൽ പോലും കിട്ടാത്ത ഒരവസ്ഥയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ആയ കാലത്ത് വിചാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു, അവർ നല്ല നിലയിലെത്തി, അവരെന്നും താങ്ങായി കൂടെ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അവരൊരു കൈത്താങ്ങായി മാറിയല്ല, മറിച്ച് ഒരു താങ്ങ് തന്നെയാണ് കൊടുത്തതെന്ന് പറയേണ്ടി വരും. കാരണം ഇന്ന് അവരുടെ ജീവിതവുമായി വിദേശങ്ങളിൽ സന്തോഷപൂർവ്വം ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും നാട്ടിലുള്ള അച്ഛനെ ഒന്ന് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ വേണ്ട ചെയ്തു കൊടുക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ച് ഇന്ന് മറ്റുള്ളവരെ സഹായത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ആയ കാലത്ത് നല്ല സമ്പത്തെല്ലാം ഉണ്ടാക്കിയിരുന്നപ്പോൾ, നല്ല വ്യവസായമെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു സമ്പത്തിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മക്കളുണ്ട് എന്ന് പല പാരൻസും പറയാറുണ്ട്. മക്കൾ നോക്കുമെന്ന വിശ്വാസത്തിൽ പല പാരൻസും ഇന്നും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ചൈൽഡാണ് എന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷേ പഴയ കാലമല്ല, കാലമെല്ലാം മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വിജയേട്ടനും അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതും അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ, നിങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ നിങ്ങളുടെ ഇൻകം, പക്ഷേ നിങ്ങൾ ഇന്ന് തന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക. നാളെ ഇത്തരം ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.